നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകി നാട്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. തൃപ്പുണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്കെത്തി. ശനിയാഴ്ച രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്. ടൗൺഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെത്തിയിരുന്നു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാനുള്ള ശ്രീനിവാസന്റെ കഴിവ് സവിശേഷമായിരുന്നു. എക്കാലവും ഓർത്തിരിക്കാൻ ഒരു പിടി സിനിമകളും കഥാപാത്രങ്ങളും സമ്മാനിച്ച അതുല്യ കലാകാരന് മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മരണമില്ല. മലയാള സിനിമയ്ക്ക് ചിരിയുടെയും ചിന്തയുടെയും പുതിയ ഭാഷ്യം ചമച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ വിട പറയുമ്പോൾ കണ്ണീർ നനവിലാണ് തണ്ണീർക്കോട് ഗ്രാമം. പൊന്മുട്ടയിടുന്ന താറാവ് സിനിമ ഓരോ തവണ കാണുമ്പോഴും തണ്ണീർക്കോട്ടുകാർക്ക് അത് ശ്രീനിവാസന്റെ ഓർമ്മകളിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ്. കഴിഞ്ഞ ദിവസം ശ്രീനിവാസന്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ പഴയ ഷൂട്ടിംഗ് ദിനത്തിലെ ഓർമ്മകളിലാണ് നാട്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. കാരണം ഓർക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ 1988 പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ഗ്രാമീണതയും നർമ്മവും തുളമ്പുന്ന ചലച്ചിത്രവും അതിലെ തട്ടാൻ ഭാസ്കരനുമെല്ലാം തണ്ണീർക്കൊട്ടുകാരുടെ ഓർമ്മകളിലേക്ക് തിരികെ എത്തും. സ്വർണ്ണപ്പണിക്കാരൻ ഭാസ്കരൻ എന്ന കഥാപാത്രമായി ശ്രീനിവാസൻ നടന്നു നീങ്ങിയ വഴികൾ പലതും ഇന്നും അവിടെയുണ്ട്. ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ആ ഓർമ്മകൾക്കൊപ്പം ഒരു ഗ്രാമവും വീണ്ടും മലയാളിയുടെ മനസ്സിൽ തെളിയുകയാണ്. കൂറ്റനാട് തണ്ണീർക്കോട് ഗ്രാമം ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനായിരുന്നു. സിനിമയുടെ മുഖ്യവേദിയായ പഴയ ഇരുനില കെട്ടിടം ഇന്നും പഴമ ചൊരാതെ തണ്ണീർക്കോട് നിലകൊള്ളുന്നുണ്ട്. സിനിമയിൽ തട്ടാൻ ഭാസ്കരന്റെ സ്വർണ്ണപീടികയായി മാറിയ മുറികളും മുകളിലത്തെ നിലയിൽ നായികയുടെ ഡാൻസ് ക്ലാസ് നടന്ന സ്ഥലവും ചായക്കടയും ഇന്നും ആ കാലത്തിന്റെ ഓർമ്മകൾ പേറുന്നുണ്ട്. ഇന്നസെന്റ് അവതരിപ്പിച്ച പണിക്കരുടെയും ശ്രീനിവാസന്റെ സ്വർണ്ണപ്പണിക്കാരന്റെയും വീടുകൾ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സിനിമയിലെ കടയുടെ ഉടമയും അഭിനയിച്ചയാളുമായ തണ്ണീർക്കോട് സ്വദേശി പുരുഷോത്തമൻ ഇന്നും അന്നത്തെ ഷൂട്ടിംഗ് ഓർമ്മകൾ മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു. പൊന്മുട്ടയിടുന്ന താറാവ് പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ നാഗലശ്ശേരിയുള്ള ഒരു നാഗലശ്ശേരി നാരായണൻ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ആളാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഈ സൈറ്റൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിലൊരു ചായപ്പിടി വേണം, ഒരു തട്ടാൻ്റെ കട വേണം, ഒരു ഡാൻസ് ടീച്ചറുടെ ഇത് വേണം. അത് ഒരേ ബിൽഡിങ്ങിൽ തന്നെ കിട്ടി. അറ്റത്ത് ചായക്കട, അതിൽ ശങ്കരാടി മമ്മൂക്ക ആണ് ചായക്കട നടത്തുന്നത്. അതിൻ്റെ മുകളിലാണ് ഡാൻസ് ടീച്ചർ ഷാരിയുടെ ഡാൻസ് സ്കൂളുള്ളത്. അതിൻ്റെ താഴത്ത് തൊട്ട് ഭാസ്കരൻ്റെ കട, സ്വർണ്ണപ്പണി എടുക്കുന്ന കട അതിൻ്റെ അടുത്താണ്. പിന്നെ ജയറാമിൻ്റെ വീട് ഇവിടെ എല്ലാ പടിഞ്ഞാറങ്ങാടിയാണ്. പണിക്കരുടെ വീട് കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ പോയാൽ പണിക്കരുടെ വീടായി. അതിൻ്റെ തൊട്ട തന്നെയായിരുന്നു തട്ടാൻ്റെ വീട്. തട്ടാൻ്റെ വീടും പണിക്കരുടെ വീടും കൂടിയുള്ള ആ തല്ല് നടക്കുന്ന സ്ഥലവും അവിടെ വെച്ചിട്ടാണ്. സ്ത്രീകൾ തമ്മിലുള്ള പിടിവലി, അതുപോലെ രാത്രി ഇയാൾ വേലി ചാടി പോയി കാണൽ, ശ്രീനിവാസൻ മറ്റേ ഉർവശീനെ, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. മെയിൻ തട്ടാൻ്റെ വീട്ടിൽ നിന്നാണ്.
തണ്ണീർക്കോട്ടെ കുന്നിൻപുറങ്ങളും പുഴകളും പാടങ്ങളും അമ്പലങ്ങളും റോഡും ഇടവഴികളുമെല്ലാം സിനിമയുടെ പശ്ചാത്തലമായി തിളങ്ങിയിട്ടുണ്ട്. ഈ ലൊക്കേഷനെ വെറും ചിത്രീകരണ സ്ഥലമായി കാണാതെ ഒരു വലിയ കുടുംബമായി മാറ്റിയത് ശ്രീനിവാസന്റെ സാന്നിധ്യമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഷൂട്ടിംഗ് ദിവസങ്ങളിൽ നാട്ടുകാരോടൊപ്പം ചായ കുടിച്ചും വിശേഷങ്ങൾ ചോദിച്ചും കുട്ടികളോട് തമാശ പറഞ്ഞും അദ്ദേഹം തണ്ണീർക്കോടിന്റെ സ്വന്തം ആളായി മാറിയിരുന്നു. സിനിമാക്കാരനെന്ന അകലം ഒരിക്കലും അദ്ദേഹം പാലിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ ഓർക്കുന്നു. പുതുതലമുറയിലെ കുട്ടികൾക്ക് പോലും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നോവാണ് സൃഷ്ടിച്ചത്. പൊന്മുട്ടയിടുന്ന താറാവൻ സിനിമയിൽ ഒരു നടനായിരുന്നു ശ്രീനിവാസേട്ടൻ. അപ്പോൾ ഇന്നലെ മദ്രസ ഇട്ട് വന്നപ്പോഴാണ് ഒരു ദുഃഖകരമായ ഒരു വിവരം അറിഞ്ഞത്, ശ്രീനിവാസേട്ടൻ മരിച്ചെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ശ്രീനിവാസേട്ടൻ അഭിനയിച്ച വീട് ഇവിടെയൊക്കെ വന്ന്, അപ്പോൾ ഞങ്ങൾ ബാക്കിലുള്ളത് ആ വീടാണ്. അപ്പോൾ തട്ടാൻ്റെ തട്ടുകടയും പിന്നെ അയാളെ വീടും പിന്നെ ഡാൻസ് ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ. ഞങ്ങൾക്ക് വളരെ സങ്കടമുള്ള നിമിഷമായിരുന്നു ഇന്ന് രാവിലെ മുതൽ. ശ്രീനിവാസൻ്റെ പഴയ സിനിമയും എല്ലാ സിനിമയും ഞങ്ങൾ കണ്ടിരുന്നു ഒരാഴ്ച മുന്നേ. പിന്നെ ഞങ്ങൾ ഇവിടെ പോയി നോക്കുമ്പോൾ അവിടെ വീട് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും വേണ്ടപ്പെട്ടൊരു ഇതാണ് സിനിമയിൽ ഞങ്ങൾക്കിവിടെ. അത് ഞങ്ങളുടെ നാട്ടിൽ നടത്തിയൊരു സിനിമയിൽ ഒരാൾ മരിച്ചോ പറഞ്ഞാൽ അത്രയും സങ്കടമുള്ളൊരു കാര്യമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കേരളത്തിൽ 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9, 11 തീയതികളിലായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 13-ാം തീയതിയാണ് നടന്നത്. മുൻ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 20-ന് പൂർത്തീകരിച്ചതോടെയാണ് അവധി ദിനമായ ഞായറാഴ്ച തന്നെ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും രാവിലെ 10-ന് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചു. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-ക്കാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാരും മറ്റിടങ്ങളിൽ അതത് വരണാധികാരികൾക്കുമായിരുന്നു ചുമതല. ആദ്യ ഭരണസമിതിയുടെ യോഗവും ഇന്ന് നടന്നു. മേയർ, ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 27-നും നടക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാവിലെ നഗരസഭാ അങ്കണത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്ത പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഞായറാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നിയുക്ത ജനപ്രതിനിധികളെ പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല സ്വാഗതം ചെയ്തു. തുടർന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് വരണാധികാരി VK മണികണ്ഠൻ, മുതിർന്ന അംഗവും 14-ാം വാർഡ് തെക്കേക്കരയിൽ നിന്നുള്ള മെമ്പറുമായ A വിജയന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതൽ 17 വരെയുള്ള വാർഡുകളിൽ നിന്നും വിജയിച്ചെത്തിയ അംഗങ്ങൾക്ക് യോഗാധ്യക്ഷൻ കൂടിയായ A വിജയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് അസിസ്റ്റന്റ് സെക്രട്ടറി A രാജേഷ് നന്ദി പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന ആദ്യ യോഗത്തിൽ A വിജയൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിജയിച്ച അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തൃത്താല പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഞായറാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിലേക്ക് പുതിയ അംഗങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി അമ്പിളി സ്വാഗതം ചെയ്തു. തുടർന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് വരണാധികാരി അംഗം ദയാനന്ദന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നീട് മറ്റു വാർഡുകളിൽ നിന്നും വിജയിച്ചെത്തിയ മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിജയിച്ച അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബ്ലോക്ക് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ രാവിലെ 10 മണിയോടെ തന്നെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങി. 16 ഡിവിഷനിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫൈല ടീച്ചർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുതിർന്ന അംഗമായ തിരുവേഗപ്പുറ ഡിവിഷനിലുമുള്ള UDFിലെ ഐദ്രുവാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് ഹൈദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജയശങ്കർ കൊട്ടാരത്തിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും
ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈ നാടിനെ സാക്ഷിയാക്കി ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. നിരവധി പേർ ചടങ്ങ് കാണാൻ എത്തിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് തുടർഭരണമാണ് ലഭിച്ചിരിക്കുന്നത്. 16 ഡിവിഷനുകളിൽ 12 ഡിവിഷനുകളിൽ നിന്നും വിജയം നേടിയാണ് UDF വീണ്ടും ഭരണത്തിലെത്തിയത്. LDFന് 4 വാർഡുകളിലാണ് വിജയം നേടാനായത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട PK പ്രസന്ന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 26-നാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. UDFിലെ മുന്നണിധാരണ പ്രകാരം കോൺഗ്രസിനാണ് ബ്ലോക്കിലെ ആദ്യ പ്രസിഡന്റ് സ്ഥാനം നൽകുക. വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിനാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി കൊപ്പം ബ്ലോക്ക് ഡിവിഷൻ അംഗമായ രാമദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിളയൂരിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പട്ടാമ്പി നഗരസഭാ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ആദ്യം മുതിർന്ന അംഗമായ 22-ാം വാർഡിൽ നിന്നുമുള്ള UDFിലെ MP സുബ്രഹ്മണ്യൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് മറ്റു അംഗങ്ങൾക്ക് MP സുബ്രഹ്മണ്യൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഓരോ വാർഡുകളിൽ നിന്നുമുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരിജ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട TP ഷാജി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയകുമാർ P എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും 29 വാർഡുകളിലെയും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുന്നണി നേതാക്കൾ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു. പുതിയ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിനെത്തി. LDF ഭരിച്ചിരുന്ന നഗരസഭാ ഭരണം ഇത്തവണ UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. UDFന് 19ഉം LDFന് 10ഉം BJPക്ക് 1 സീറ്റുമാണ് നഗരസഭയിൽ ലഭിച്ചിരിക്കുന്നത്. 26-ന് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. ചെയർമാൻ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നുള്ള TP ഷാജി മത്സരിക്കും. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്നുള്ള അഫ്സയും മത്സരിക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.